അൾസറും ഓ ഗ്യാസ് പ്രോബ്ലം ആണെന്നാ പറഞ്ഞത്. വലിയ വേദനയായിരുന്നു. ഒരു വർഷമായിട്ട് മാറ്റമൊന്നും ഉണ്ടായില്ല. ഒരമ്മ ഇവിടുത്തെ അഡ്രസ്സ് എനിക്ക് തന്നു. അങ്ങനെയാണ് ഇവിടെ വന്ന് നോക്കിയത്. മരുന്ന് വാങ്ങിപ്പോയി. ഇപ്പം മാറ്റമുണ്ട്. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെ പേഷ്യന്റ് ഉണ്ട്. ഇവർ ഓൾറെഡി വിസിറ്റ് ചെയ്തതാണ്. ഇതിപ്പോ സെക്കൻഡ് ടൈമാണ്. ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളതെന്ന്. ഈ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ. നമസ്കാരം മാഡം, മാഡത്തിന്റെ പേര്? ലക്ഷ്മി എന്നാണ്. എവിടെ നിന്നാ വരുന്നത്? ആദിലാബാഗിൽ നിന്നാണ് വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. എത്ര വയസ്സുണ്ട്? വയസ്സ് 50, 55 വരും. ഓക്കെ. ചെസ്റ്റ് ക്യാൻസർ ആണോ? ആ ക്യാൻസർ അല്ല, എനിക്ക് അൾസർ ആയിരുന്നോ? അൾസർ, ഓ അങ്ങനെ വയറിൽ ചില ഓക്കെ പ്രശ്നങ്ങൾ. ഓക്കെ. നല്ല വേദന. ഒരു വർഷമായിട്ട് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. വല്ലാത്ത വേദന. അപ്പോൾ ബോഡി ഫുള്ളും സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ഇത് ക്യാൻസർ ആണെന്ന്. അതിനുശേഷം ഡോക്ടേഴ്സൊക്കെ ഇത് ഓപ്പറേഷൻ ചെയ്യണോ എന്ന് ആലോചിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പോഴാണ് ഒരമ്മ ഈ ഇവിടുത്തെ അഡ്രസ്സ് തന്നത്. അങ്ങനെ ഇവിടെ വന്നു. മരുന്ന് വാങ്ങിയിട്ട് പോയി. ഇപ്പം മാറ്റമുണ്ട്. ഇപ്പൊ കുറവുണ്ടെന്ന് പറഞ്ഞില്ലേ, എന്ത് രീതിയിലുള്ള മാറ്റം ഉണ്ടായെന്ന് പറയാമോ? ഇപ്പം വിശപ്പൊക്കെ തോന്നുന്നുണ്ട്. ഓക്കെ വിശപ്പുള്ളതുകൊണ്ട് നല്ലോണം കഴിക്കാനും പറ്റുന്നുണ്ട്. മാനസികമായ ബുദ്ധിമുട്ടിനും കുറവുണ്ട്. ഓക്കെ. ഇത് വരുന്നതിന് മുമ്പ് ഒരുപാട് പേടിയുണ്ടായിരുന്നല്ലേ? ഇപ്പൊ ധൈര്യമായി? ഇവിടെ വന്നിട്ടാണ് നല്ല ഓക്കെ. ധൈര്യം കിട്ടിയത്. അവിടെ വെച്ച് ഒരുപാട് ഇംഗ്ലീഷ് മെഡിസിൻ കഴിച്ചിരുന്നില്ലേ? അവിടെ മെഡിസിൻ കഴിച്ചപ്പോ ഡോക്ടർ എന്താ നിങ്ങളോട് പറഞ്ഞിരുന്നത്? ഇതിനെന്തിനാ മരുന്ന്? ഇത് വെറും ഗ്യാസ് പ്രോബ്ലം ആണ്. ടാബ്ലറ്റ് തന്നിട്ട് വീട്ടിലിരുന്ന് കഴിച്ചോളാനാണ് പറഞ്ഞത്. ക്യാൻസർ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? എന്തുകൊണ്ട് ഇത് ബാധിച്ചെന്ന് അറിയാമോ മാഡത്തിന്? അറിയില്ല, ഒന്നും അറിയില്ല. അറിയില്ല. മാഡത്തിന് ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോ എങ്ങനെയുണ്ടായിരുന്നു ഫീലിങ്സ്? വലിയ പേടിയായിരുന്നു. പേടിയുണ്ടായിരുന്നു. മരിച്ചു പോകുന്ന വിചാരിച്ചത്. അങ്ങനെയൊന്നും പേടിക്കണ്ട. എനിക്ക് 3 കുട്ടികളാ ഉള്ളത്. ആൺകുട്ടി ഒന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തുകൊണ്ടാ ഈ പ്രോബ്ലംസ് വന്നേന്ന് അറിയാമോ? ഫുഡ് കറക്റ്റ് സമയത്ത് കഴിക്കില്ലേ? ഇല്ല മാഡം, എന്നും സമയത്തിന് കഴിക്കാൻ പറ്റാറില്ല. ജോലിക്ക് പോണമല്ലോ, ഈ വേസ്റ്റ് ഒക്കെ എടുക്കുന്ന ജോലി. ഓ അതാണ്. സമയത്ത് കഴിക്കാനൊന്നും പറ്റില്ലായിരുന്നു. ഒരു ദിവസം 2 നേരമൊക്കെ പറ്റുള്ളൂ. ഓക്കെ മാഡം, 1 മാസത്തിനുള്ളിൽ തന്നെ നല്ല ധൈര്യം വന്നല്ലോ മാഡത്തിന്. ഡോക്ടർ പറഞ്ഞതുപോലെ മെഡിസിൻ കണ്ടിന്യൂ ചെയ്തോളൂ. ശരി. എല്ലാം അതേപടി ഫോളോ ചെയ്തോളൂ. എല്ലാം ഭേദമായതിനു ശേഷം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം മാഡം. താങ്ക് യു.